ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ജിയോമെട്രീനെ ബേസ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഐഡന്റിക്കൽ സർക്കിൾ ഉണ്ട്, റേഡിയസ് 30 ഇന്റർസെക്ട് ചെയ്യുന്ന സർക്കംഫറൻസിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, സർക്കംഫറൻസിൽ ഇത് ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോം ആകുന്ന നടുക്കിലെ പോർഷന്, ഈ നടുക്കത്തെ പോർഷന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റീജിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് സർക്കിളും ഓക്കെ ഇന്റർസെക്റ്റഡ് ഈച്ച് അതർ സച്ച് ദാറ്റ് സർക്കംഫറൻസ് ഓഫ് വൺ സർക്കിൾ പാസസ് ത്രൂ ദ സെന്റർ ഓഫ് അനദർ സർക്കിൾ. അതായത് ഒരു സർക്കിളിന്റെ ഈ പറയുന്ന സർക്കംഫറൻസ് മറ്റു സർക്കിളിന്റെ സെന്ററിൽ കൂടി പാസ് ചെയ്യത്തക്ക രീതിയിലാണ് ഫിഗർ വരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഇതുപോലെ ഇരിക്കും. ഈ ഒരു ഫസ്റ്റ് സർക്കിളിന്റെ സെന്റർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും, സെക്കൻഡ് സർക്കിളിന്റെ സെന്റർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. ഓക്കെ, ഇതിനി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന റേഡിയസ് ആയിരിക്കും. കാരണം നിങ്ങൾ ഫസ്റ്റ് സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ദെൻ ഇതിങ്ങനെ ഞാൻ വരയ്ക്കുന്നു. ഓക്കെ, ഇതിങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. ഇതെല്ലാം തന്നെ ഇത് കാണുമ്പോഴേ അറിയാം ഇതെല്ലാം റേഡിയസ് ആണ്. ഓക്കെ, സപ്പോസ് ഇത് ഞാൻ 6 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ്. ഇതേ സർക്കിളിലെ സെക്കൻഡ് സർക്കിളും രണ്ടും ഐഡന്റിക്കൽ സർക്കിൾ അല്ലേ, ഇത് സെക്കൻഡ് സർക്കിളിൻ്റെ റേഡിയസ്, ഇത് ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ്. സോ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ്റെ ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ചെറിയ പോർഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചിട്ട്, ഈ മഞ്ഞ കളറിൽ വരുന്ന ഈ ഒരു പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് 4 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻറ്റു 4 ചെയ്യുന്നു, പ്ലസ് 2 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ, 2 ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഏരിയയും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ടർ കൺസിഡർ ചെയ്യുന്നു. ഈ സെക്ടർ കൺസിഡർ ചെയ്തിട്ട് ആ സെക്ടറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും കിടപ്പുണ്ട്, നമുക്ക് ആ ചെറിയ പോർഷനും കിടപ്പുണ്ട്, 2 എന്ന് പറയുന്ന പോർഷനും കിടപ്പുണ്ട്, 3 എന്ന് പറയുന്ന പോർഷനും കിടപ്പുണ്ട്. അപ്പോൾ ഈ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്നും ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ ചെയ്ത പോർഷനിൽ 2 + 3, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഏരിയ എന്ന് പറയുമ്പോൾ 2. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പോർഷൻ്റെ ഏരിയ കിട്ടും. അപ്പം ഞാനിനി അത് കണ്ടുപിടിക്കാൻ പോവാണ്. സെക്ടർ എന്ന് പറയുമ്പോൾ സെക്ടറിൻ്റെ ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ആംഗിൾ, ഇത് 60 ഡിഗ്രി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും അല്ലേ, 60 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു r², റേഡിയസ് ആണല്ലോ, ഇൻറ്റു 60/360, ഈ ആംഗിൾ ബൈ 360. സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് 1/6 എന്ന് പറഞ്ഞ് എഴുതുന്നു, 60/360 മൈനസ് √3/4r², കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് 6 ആണ്. ഇതായിരിക്കും ആ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ വരാൻ പോകുന്നത്. ഇതിനെ ഇനി 4 പീസ് ഉണ്ട് ഇങ്ങനത്തെ, അപ്പോൾ ഞാൻ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ പൈ ഇൻറ്റു r² ഇൻറ്റു 4/6 മൈനസ് ഈ 4 ഞാൻ അങ്ങനെ തന്നെ എഴുതാനാണ് വിചാരിക്കുന്നത് തൽക്കാലം, √3/4r². ഇതാണ് ഈ 4 ചെറിയ പോർഷൻ്റെയും ഏരിയ.
ഇതിൻ്റെ കൂടെ 2 ടൈംസ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കൂട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത്. √3/4 r². അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് തമ്മിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ ഒരു 4ഉം ഇവിടെ ഒരു 2ഉം. സോ -2. -2. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാവുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം. π × r² × 2/3 എന്ന് പറയാം അല്ലേ, 2/3 -1/2 √3 r². ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേഡിയസ് അവർ പറഞ്ഞിട്ടുണ്ട്, റേഡിയസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30ആണ്. റേഡിയസിൻ്റെ വാല്യൂ 30ആണ്. അപ്പോൾ 30ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 900. 900ത്തിന് ഈ 3ആയിട്ട് ഓക്കെ വേണമെങ്കിൽ എഴുതാം. 900 അതിൻ്റെ 2/3. ഇവിടെയും 1/2 × √3 900. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 300 വരും, 600 വരും. സോ 600π. ദെൻ ഇപ്പുറത്ത് വരുന്നത് 450 √3. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും.